ചെല്ലുന്നിടത്തു നിന്നെല്ലാം സ്വന്തം ഫോട്ടോകൾ എടുക്കുക, എന്നിട്ടത് ഫേസ്ബുക്കിലും ട്വിറ്ററിലുമൊക്കെ പോസ്റ്റ് ചെയ്യുക. സെൽഫി എന്ന ഓമനപ്പേരിലറിയപ്പെടുന്ന ഈ പരിപാടി ഇപ്പോൾ സർവ്വവ്യാപകമാണ്. എന്നാൽ സെൽഫി പ്രിയർ ആത്മാഭിമാനം കുറഞ്ഞവരാണെന്നാണ് അമേരിക്കയിലെ മനഃശാസ്ത്ര ഗവേഷക സംഘം പറയുന്നത്. രോഗത്തിന് പേരുമിട്ടു, സെൽഫൈറ്റിസ്. ഇതിന് 3 ഘട്ടങ്ങളുണ്ടത്രേ. ബോർഡർലൈൻ സെൽഫൈറ്റിസ്, ദിവസം 3 വട്ടമെങ്കിലും സെൽഫി എടുത്ത് ഏതെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുന്നവർ. അക്യൂട്ട് സെൽഫൈറ്റിസ്, ദിവസം 3 സെൽഫിയെങ്കിലും എടുക്കും, ഒന്നൊഴിയാതെ എല്ലാം പോസ്റ്റ് ചെയ്യും. ക്രോണിക് സെൽഫൈറ്റിസ്, സെൽഫിക്ക് അടിമകളാണ് ഇക്കൂട്ടർ. ഏതുനേരവും സെൽഫി എടുക്കാൻ പ്രേരണയുണ്ട്, ദിവസം 6 വട്ടമെങ്കിലും ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആധുനിക മൊബൈൽ ഫോണുകൾ വ്യാപകമായതോടെയാണ് സെൽഫിയും വ്യാപകമായത്. യുവാക്കളെന്നോ മുതിർന്നവരെന്നോ ഭേദമില്ല. രാഷ്ട്ര നേതാക്കളടക്കം എന്തിന് പോപ്പ് പോലും സെൽഫിയുമായി സജീവമാണ്. നെൽസൺ മണ്ടേലയുടെ അനുസ്മരണ ചടങ്ങുകൾക്കിടെ ഡച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നതും അടുത്ത് ഒബാമയുടെ ഭാര്യ മുഖം വീർപ്പിച്ചിരിക്കുന്നതും വലിയ വാർത്തയായിരുന്നു. ഓസ്കർ പുരസ്കാരദാനത്തിനിടെ താരങ്ങൾക്കൊപ്പം അവതാരക എല്ലൻ എടുത്ത സെൽഫി കാരണം ട്വിറ്റർ പോലും പ്രവർത്തനം നിലച്ചുപോയി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.